സ്നേഹമുള്ളവരെ, സന്തോഷത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും സമയമാണ് ക്രിസ്മസ്. വചനം മാംസമായി അവതരിച്ച ദിനം, മനുഷ്യനായി പിറന്ന ദിവസം. ഒരു കവി ഇപ്രകാരം കുറിക്കുന്നുണ്ട്: ആകാശത്തിൻ്റെ വിരിമാറിലൂടെ ഒരു പക്ഷിയെപ്പോലെ പറന്നുയരുവാനായിട്ട് മനുഷ്യന് സാധിക്കും. ആഴിയുടെ അടിത്തട്ടിലൂടെ ഒരു മത്സ്യത്തെപ്പോലെ നീന്തിത്തുടിക്കാനായിട്ട് സാധിക്കും. പക്ഷേ ഈ ഭൂമിയിൽ ഒരു മനുഷ്യനായി മാത്രം ജീവിക്കാനായിട്ട് അറിയില്ല. യേശുവിൻ്റെ മനുഷ്യാവതാരം ഈ ഭൂമിയിൽ ഒരു മനുഷ്യൻ എങ്ങനെ ആയിരിക്കണമെന്ന് നമ്മെ പഠിപ്പിക്കുകയാണ്. ഒരു സാധാരണ മനുഷ്യൻ അനുഭവിക്കുന്നതിനേക്കാൾ എത്രയോ വേദനകളിലൂടെയാണ് യേശു കടന്നുപോയത്. ഈ ഭൂമിയിൽ ജനിക്കാൻ ഇടം കിട്ടാത്തവൻ, ഒരു അഭയാർത്ഥിയെപ്പോലെ പലായനം ചെയ്യേണ്ടി വന്നവൻ, നന്മകൾ മാത്രം ചെയ്തവൻ, കുറ്റക്കാരനായി വിധിക്കപ്പെടുമ്പോൾ വളരെ നിശബ്ദനായി കേൾക്കുന്നവൻ, യേശുവിൻ്റെ അത്ഭുതങ്ങൾക്കും അടയാളങ്ങളുടെയും ഫലം അനുഭവിച്ചവർ അവനെ ക്രൂശിക്കുക എന്ന് പറയുമ്പോൾ അവിടുന്ന് ശാന്തമായി അവരോട് ക്ഷമിക്കുന്നു. അവസാനം കുരിശം വഹിച്ചുകൊണ്ട് കാൽവരിയിലേക്ക് പോകുമ്പോൾ ഒരു പരാതിയുമില്ല, പരിഭവവുമില്ല. കാരണം തൻ്റെ ജീവിതം അത് പിതാവിൻ്റെ ഹിതമാണെന്ന് തിരിച്ചറിയുവാനായിട്ട് യേശുവിന് സാധിച്ചു എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ സ്നേഹമുള്ളവരെ, നമ്മുടെയും ജീവിതത്തിൻ്റെ പച്ചയായ യാഥാർത്ഥ്യങ്ങളെ ദൈവഹിതമായി സ്വീകരിച്ചുകൊണ്ട് ഈ ഭൂമിയിൽ മനുഷ്യത്വമുള്ള മനുഷ്യനായി ജീവിക്കുക. ഇതാണ് ക്രിസ്മസ് നമ്മോട് പറയുന്നത്. അതുകൊണ്ട് സ്നേഹത്തിൻ്റെ, സാഹോദര്യത്തിൻ്റെ, സൗഹൃദത്തിൻ്റെ ഒരു ക്രിസ്മസ് അതാക്കി ഈ വർഷം നമുക്ക് മാറ്റാം. എല്ലാവർക്കും ക്രിസ്മസിൻ്റെ മംഗളങ്ങൾ സ്നേഹപൂർവ്വം നേരുന്നു.